വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ജാമ്യത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കോടതി പിന്നീട് തീരുമാനിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ മാനസികമായിട്ട് ഞങ്ങൾ വളരെയധികം തളർന്നിരിക്കുകയാണ്. ഞങ്ങളെ വീണ്ടും വീണ്ടും തളർത്തരുത് എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും കൂടെയുണ്ട്. കുടുംബം പപ്പയുടെ കൂടെയാണ്, ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. യാതൊരു പ്രശ്നങ്ങളും പപ്പയ്ക്കില്ല. മറ്റ് പ്രചാരണങ്ങൾ പറയുന്നവരെ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. സത്യാവസ്ഥ എന്നാൽ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്കെന്ന് പറയുന്നത് കോടതിയുടെ മുമ്പിൽ തെളിയിക്കുക മാത്രമേ നമ്മളുടെ ഉത്തരവാദിത്തമേ ഉള്ളൂ. ഇപ്പോൾ അതിപ്പോൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോൺ വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പറ്റിയ പറയടി. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഫിലിപ്പ് അമ്പാടിനെ കുറിച്ചിട്ട് വിശ്വസിക്കാൻ കഴിയാത്ത കുറച്ച് വാർത്തകൾ ഉണ്ടായിരുന്നു. ഫിലിപ്പ് അമ്പാട് ഇപ്പോൾ ഒരു പോക്സോ കേസിൽ അറസ്റ്റിലാണ്. പല വാർത്തകളും ഫിലിപ്പ് അമ്പാടിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. അതിന് പല തെളിവുകളും, നമ്മൾ ഞെട്ടിക്കുന്ന തെളിവുകൾ വരെ പുറത്തു വന്നിട്ടുണ്ട്. വളരെ കോഴിത്തരത്തിൽ ആരോടൊക്കെയോ പ്രണയാതുരമായിട്ട് സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ ഇങ്ങനെ ഗംഭീരമായിട്ട് വരുമ്പോഴാണ് ന്യൂസ് 8 ഫിലിപ്പ് അമ്പാടിൻ്റെ ഭാര്യ ഡോളി എന്ന ഭാര്യയും മകളും രംഗത്ത് വന്നത്. ഞങ്ങളുടെ പപ്പ നിരപരാധിയാണ്, ഇതിൽ വലിയ ആസൂത്രണം ഉണ്ട് എന്നുള്ളതാണ് ഈ ഭാര്യയും മകളും പറയുന്നത്. എന്തായാലും കുറ്റവാളിയാണോ അല്ലയോ എന്നുള്ളത് സോഷ്യൽ മീഡിയ അല്ല തീരുമാനിക്കണം, അത് കോടതിയാണ്. നിലവിൽ ഫിലിപ്പ് അമ്പാടിനെതിരെ ശക്തമായ തെളിവുകളുണ്ട്. കാരണം 16 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവരുടെ പേരൻസൊക്കെ അവർ ഗൾഫിലായിരുന്ന സമയത്ത് എന്തൊക്കെ ഇഷ്യൂസുകൾ ഉണ്ടായിട്ട് സ്വഭാവം നേരെയാക്കാൻ വേണ്ടി ഫിലിപ്പ് അമ്പാടിൻ്റെ അടുത്ത് കൊടുത്താക്കുന്നു. ആ ഒരു പെൺകുട്ടിയുമായിട്ട് പല പല ക്ലാസ്സുകൾക്കായിട്ട് ഇയാൾ ഈ പെൺകുട്ടിയെയും കൊണ്ടുപോകുന്നു. അങ്ങനെ പെൺകുട്ടിയെയും കൊണ്ടുപോയിട്ട് ചില മോശത്തരങ്ങളൊക്കെ നടന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ FIRലുള്ളത്. നടന്നിട്ടില്ല എന്നുള്ളതാണ് ഫിലിപ്പ് അമ്പാട് പറയുന്നത്. 8ഓളം കോളേജ് വിദ്യാർത്ഥിനികൾ വരെ ഫിലിപ്പ് അമ്പാടിനെതിരെ മൊഴി കൊടുക്കാൻ പോവാണ്. കാരണം അവരോടൊക്കെ വളരെ മോശം രീതിയിൽ എന്താ പറയുക, വോയിസ് ചാറ്റുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വോയിസ് ചാറ്റ് പുറത്ത് വന്നിരുന്നു. ഇങ്ങനെ ഫിലിപ്പ് അമ്പാടിനെതിരെ ഒരുപാട് തെളിവുകൾ രംഗത്ത് വരുമ്പോഴാണ് ഭാര്യ ഫിലിപ്പ് അമ്പാടിനെ അനുകൂലിച്ച് രംഗത്ത് വന്നത്. കഴിഞ്ഞ ദിവസം ഭാര്യ ജയിലിൽ പോയി കാണുകയും മറ്റും ചെയ്തിരുന്നു. നിർണായക സന്ദർഭത്തിൽ ഭർത്താവിനെ പിന്തുണച്ചുകൊണ്ടാണ് ഈ ഭാര്യ രംഗത്ത് വന്നത്. ഈ ഭാര്യയുടെ വരവിനെയും ചോദ്യം ചെയ്യുന്നവരുണ്ട്. ഭാര്യയുടെ പേര് നേരത്തെ ഡോളി എന്നായിരുന്നു, ഇപ്പം എങ്ങനെയാണ് ഇസ്സ ജോസഫ് എന്നായത്? ഏതായാലും ആ ഭാര്യക്കും മകൾക്കും പറയാനുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് കേൾക്കൂ. അതെ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 22-23 വർഷമായി. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. അതേ വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ജാമ്യത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കോടതി പിന്നീട് തീരുമാനിക്കട്ടെ. ഇപ്പം ഞങ്ങൾ മാനസികമായിട്ട് ഞങ്ങൾ വളരെയധികം തളർന്നിരിക്കുകയാണ്. ഞങ്ങളെ വീണ്ടും വീണ്ടും തളർത്തരുത് എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും നമ്മളിപ്പോൾ നിയമപരമായിട്ട് ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. നാസർ വക്കീലിനെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വം പറയുന്നത് നമുക്ക് നിരപരാധിത്വം തെളിയിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിന് അപ്പുറം കൂടുതലൊന്നും നമുക്ക് ഇനിയിപ്പോൾ പറയാനില്ല. കുടുംബം കൂടെയുണ്ട്. കുടുംബം പപ്പയുടെ കൂടെയാണ്, ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. യാതൊരു പ്രശ്നങ്ങളും പപ്പയ്ക്കില്ല. മറ്റ് പ്രചാരണങ്ങൾ പറയുന്നവരെ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. സത്യാവസ്ഥ എന്നാൽ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്കെന്ന് പറയുന്നത് കോടതിയുടെ മുമ്പിൽ തെളിയിക്കുക മാത്രമേ നമ്മളുടെ ഉത്തരവാദിത്തമേ ഉള്ളൂ. ഇപ്പോൾ അതിപ്പോൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്കൊരു ബിസിനസ് ഉണ്ട്. അതിൻ്റെ കാര്യത്തിന് ഞാൻ പോയിട്ട് ഞാൻ തിരിച്ചു വരാറുണ്ട്. അവിടെ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ നിൽക്കും. അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. പിന്നെ എല്ലാവരും പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾ, എല്ലാ വീട്ടിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലും ഉണ്ട്. അതിപ്പോൾ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലും കാണും, അത് സ്വാഭാവികമല്ലേ. കുടുംബത്തിൽ പ്രശ്നങ്ങൾ, കുടുംബം ഇല്ല, അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. ഈ കേസ് ആസൂത്രിതമാണ്, അങ്ങനെ എന്തെങ്കിലും കരുതുന്നുണ്ട് പരാതിയെ കുറിച്ച്? അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കേസ് നടക്കട്ടെ. ഇവർ ഫിലിപ്പ് അമ്പാടിന് വേണ്ടി ഭയങ്കര സപ്പോർട്ടിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്ത് കേട്ടിരുന്നത് പോലെ ഡിവോഴ്സ് ആവാൻ വേണ്ടിയിട്ടാണ്, ഡിവോഴ്സ് ആയിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോലീസുകാരനെ വിരമിച്ചത്. ഇങ്ങനെ പല നിറം പിടിപ്പിച്ച കഥകളുണ്ട്. പക്ഷേ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ പോലീസിന് തെളിവ് ലഭിച്ചിട്ടാണ് ഫിലിപ്പ് അമ്പാടിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ വെറുതെ ഒരാളെ പരാതി കേൾക്കുമ്പോഴേക്കും ഒരു ഗ്രൗണ്ട് അന്വേഷണം നടത്താതെ എന്നാൽ അയാളെ പിടിച്ചു കളയാമെന്ന് കരുതിയില്ല. കാരണം സത്യം പറഞ്ഞ ഈ കോട്ടയംകാരനായ ഫിലിപ്പ് അമ്പാട് മുസ്ലിങ്ങളെ വെച്ചിട്ടാണ് നന്നായിട്ട് കളിച്ചത്. ഇത് ഞാൻ പറയുമ്പോൾ എന്നോട് വിരോധം തോന്നരുത്. മൂപ്പരൊരു പറച്ചിൽ കേട്ടാൽ ഖുർആനാണ്, എൻ്റെ ഖുർആനിൽ ഞാൻ 6666 ആയത്തും ഞാൻ പഠിച്ചിട്ടാണ് ഞാനിങ്ങനെ ആയത്. ഇങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാൽ തനിക്ക് വളരാമെന്ന് മനസ്സിലാക്കിയ വളരെ ബുദ്ധിമാനായ ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് ഫിലിപ്പ് അമ്പാട്. ഇയാൾ ഈ വാക്കുകളൊന്ന് കേട്ടു നോക്ക്. നമ്മുടെ ആത്മാവെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. ഒരു പക്ഷേ ഏറ്റവും വലിയ ഗ്രന്ഥം വെച്ചാൽ പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആന്റെ ഈ 6666 114 സൂറത്തിലൂടെയും ഞാൻ കടന്നു പോയിട്ടുണ്ട്. ജന്മം കൊണ്ട് ഞാൻ കോട്ടയം ജില്ലക്കാരനാണ്, പക്ഷെ കർമ്മം കൊണ്ട് ഞാൻ മലപ്പുറം ജില്ലയാണ്.
അതിലേറ്റവും കൂടുതൽ ഞാൻ അഭിമാനിക്കുന്നു. അപ്പോൾ ഇയാൾ സ്ഥാനത്തും അസ്ഥാനത്തും മുസ്ലിങ്ങൾ എങ്ങനെ പുകഴ്ത്തിയിട്ട് മലപ്പുറം ജില്ലയിലെ മമ്പാട് പോലൊരു പ്രദേശത്ത് നിൽക്കാം. അതായത് മലപ്പുറം ജില്ലയിലൊക്കെ ഒരു കമ്മ്യൂണിറ്റി മുസ്ലിംസ് ആണ്, അവരാണ് എന്തിനും ഫണ്ട് ഇറക്കുന്നവർ. അപ്പോൾ അവർക്കിടയിൽ ക്ലാസ്സുകൾ കിട്ടണമെങ്കിൽ ഈ രീതിയിൽ പറയണമെന്ന് മനസ്സിലാക്കിയ അതിബുദ്ധിമാനാണ് ആര്? ഫിലിപ്പ് മമ്പാട്. പക്ഷേ ഇദ്ദേഹം പല രീതിയിലുമുള്ള ഇടപെടലുകൾ, സ്വകാര്യ ഇടപെടലുകൾ നടത്തുമ്പോൾ പെൺകുട്ടികളോടൊക്കെയുള്ള ഒരു കോഴിത്തരം പലതും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ പുറത്തു വന്നൊരു പ്രധാനപ്പെട്ട ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്ക്. ഫോൺ വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പറ്റിയ പറയടി. എന്റെ ജീവനാണ്, പ്രാർത്ഥന ഓർക്കുന്നുണ്ട്, ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു. ഞാൻ കഴിച്ചു, നീ കഴിച്ചോ? ചായ വന്നോ? പ്രോഗ്രാം ദുബായിൽ സെറ്റ് ചെയ്യോടെ. പ്രോഗ്രാം പേര് മഴയൊന്നും പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു പരിപാടി. അവിടെ എന്തെങ്കിലും നമുക്ക് അറിയുന്ന ടീമിനെ വിളിച്ചിട്ട് ഒരു മലയാളി അസോസിയേഷന്റെ പരിപാടി പറയാൻ ഒരു പ്രോഗ്രാം വിളിക്കാൻ വേണം കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് ഇതിനെ കാണുന്ന സത്യം ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു. അപ്പോൾ ഇദ്ദേഹത്തെ പോലെ റെസ്പെക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരാളിൽ നിന്നുണ്ടാവേണ്ട വാക്കുകളല്ല ഇയാളിൽ നിന്ന്. ഇതൊക്കെ അയാളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ. ഇതൊന്നും സോഷ്യൽ മീഡിയ അല്ല തീരുമാനിക്കേണ്ടത്. അറിയേണ്ടുന്നൊരു കാര്യം, ഈ മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഭയങ്കര സംഭവമാണ്, മുസ്ലിങ്ങളെ കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ, മുസ്ലിം സ്വത്തിൽ ഖുർആനിനൊക്കെ ഭയങ്കര നന്നായി പരാമർശിച്ചാൽ മുസ്ലിങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, വേറൊരു മതക്കാരന് ഖുർആനിനെ പുകഴ്ത്തി കഴിഞ്ഞാൽ ഓനെ നന്നായിട്ട് പാലൂട്ടി വളർത്തും, അവനക്ക് വേണ്ടി എല്ലാ വേദികളും ഒരുക്കും. ഈ ഖുർആനിൽ വലിയ വിശ്വാസം ഉണ്ടെങ്കിൽ അവനെ ഖുർആനിലോട് വിശ്വസിക്കല്ലേ വേണ്ട മുസ്ലിം, അത് ചെയ്യൂല. അപ്പോൾ ഈ ഖുർആൻ വെച്ച് മുഹമ്മദ് നബി സോഷ്യലിസ്റ്റാണ്, ഇതൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പൊങ്ങും. അങ്ങനെ ആ പൊങ്ങുന്ന വിഭാഗത്തെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്ത ഒരാളാണ് ഫിലിപ്പ് മമ്പാട്. അദ്ദേഹം ഒരു പരിപാടിക്ക് വരികയാണെങ്കിൽ ചെറിയ പരിപാടിക്കൊന്നും വരില്ല, 1.5 ലക്ഷം 1 ലക്ഷത്തിന് മുകളിലൊക്കെ ക്യാഷ് കിട്ടുന്നുണ്ട്. കാരണം ഇത് പണത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും മോട്ടിവേഷമായിട്ട് മാറലുണ്ട്. കാരണം സ്വന്തം ലൈഫിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് പലരും എന്ത് ചെയ്യണത് വിളിച്ചു പറയാ. സ്വകാര്യ ലൈഫിൽ ഇല്ലാത്ത കാര്യം. ഇപ്പം ഇയാളുടെ ലൈഫിൽ ഇയാൾ മകളോട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഭാര്യയോട് പ്രശ്നങ്ങളുണ്ട്, വീട്ടുകാർ, ഇയാളുടെ അമ്മയാണ് ഇയാളുടെ എല്ലാം. ഇതിനെ ചൊല്ലിയിട്ടാണ് ഭാര്യക്കടയിൽ പല പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ നിർണായക ഘട്ടത്തിൽ ഈ ഭാര്യ പിന്തുണച്ചു വന്നു എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിന് നിയമപരമായുള്ള ആനുകൂല്യങ്ങൾ കിട്ടട്ടെ. അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്, അദ്ദേഹം ഇനി പുറത്തിറങ്ങിയാലേ പറയാൻ കഴിയുള്ളൂ. പക്ഷേ അന്വേഷണത്തിൽ മനസ്സിലായ കാര്യം, ഇയാൾ ഈ പെൺകുട്ടിയുമായിട്ട് പോയതൊക്കെ തെളിവുകളുണ്ട്, CCTV ദൃശ്യങ്ങളുണ്ട്. ഈ പെൺകുട്ടിയുടെ മൊഴി തന്നെ ഗൗരവമാണ്. ആ സമയത്ത് അവിടെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കൂല കേട്ടോ, ഭാര്യ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇയാളിങ്ങനെ ഒരു റെസ്പെക്ട്ഫുൾ ആയൊരു മനുഷ്യനായതുകൊണ്ടും ഇയാളുടെ ഒരു ഇമേജ് തകരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കണം ആ ഭാര്യ ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ പിന്തുണയുമായി വന്നത്. പിന്നെ പലരും ചോദിക്കുന്ന ചോദ്യം, നേരത്തെ ഭാര്യയുടെ പേര് ഡോളി എന്നായിരുന്നല്ലോ, ഇപ്പം എങ്ങനെയാണ് ഇസാ ജോസഫ് എന്നായത്? കാരണം ന്യൂസ് 8 ഇത് വന്നപ്പോൾ ഇസാ ജോസഫ് എന്നായിരുന്നു. അപ്പോൾ അവർ വേറെ കല്യാണം കഴിച്ച് എന്തൊക്കെയോ കിംവദന്തികൾ കേൾക്കുന്നു. നമ്മൾ ആ കിംവദന്തികളേക്കൊന്നും കടക്കണ്ട. ഇതിലൊറ്റ കാര്യമുള്ളൂ, നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്താൽ നമുക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടതുപോലെ കിട്ടും. അതായത് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളല്ല ചെയ്യേണ്ടുന്ന സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നത്. ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ കറങ്ങേണ്ട ഒരു ആവശ്യമില്ല, അതും പേരൻസിൻ്റെ പെർമിഷൻ ഇല്ലാതെ. ഇതെന്ത് കൗൺസിലിംഗ് ആണ്? ഒന്നാമത് ഇദ്ദേഹം കൗൺസിലിങ്ങിന് യോഗ്യനായ കൗൺസിലർ ആണോ? ഒരിക്കലുമല്ല. അദ്ദേഹം ആ കോഴ്സ് പഠിച്ചിട്ടില്ല, അത് ചെയ്യാനുള്ള യോഗ്യത ഉള്ള ഒരാളുമല്ല. ഇതിങ്ങനെ ഇസ്ലാമിനെങ്ങനെ പാടി പുകഴ്ത്തുമ്പോൾ മഹല്ലിൽ ക്ലാസ് വെക്കുക, സ്കൂളുകളിൽ ക്ലാസ് വെക്കാം, എന്നിട്ട് അവിടുത്തെ പെൺകുട്ടികളൊക്കെ ഒരു ആരാധനയോടുകൂടി ഇദ്ദേഹത്തിനോട് നമ്പർ വാങ്ങിയിട്ട് പിന്നെ രാത്രിയിലെ ചാറ്റിങ് ഇങ്ങനെ, ഇതൊക്കെ ഈ മേഖലയിൽ പതിവുള്ളൊരു കാര്യമാണ്. നമ്മുടെ വിശ്വാസമാണ് ഇവർ മുതലെടുക്കുന്നത്. മുസ്ലിംസ് അറിയേണ്ടുന്നൊരു കാര്യമുണ്ട്, മുസ്ലിം കമ്മ്യൂണിറ്റി അറിയേണ്ട കാര്യം, അവരെ ഖുർആനെ പുകഴ്ത്തി പ്രവാചകനെ പുകഴ്ത്തിയിട്ട് മറ്റു മതസ്ഥർ പറയുമ്പോൾ ഇത് അവരോടുള്ള പൂർണ്ണമായ ആത്മാർത്ഥത കൊണ്ടൊന്നുമല്ല, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പൂർത്തീകരിക്കാനോ അവരെ ക്ലാസ്സുകൾ വിജയിപ്പിക്കാനോ വേണ്ടി ചെയ്യുന്നതാണ്. ഏതായാലും ഞാൻ ഇദ്ദേഹത്തിനെ വേട്ടയാടാനും ഇല്ല, ഇദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കാനും ഇല്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ സംതിങ് റോങ് സംഭവിച്ചിട്ടുണ്ടെന്ന് 100% ഉറപ്പാണ്. അതിൻ്റെ ഓരോ തെളിവുകളുമാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഇദ്ദേഹത്തിനെ ഞാൻ വിളിപ്പിക്കില്ല, കാരണം ഇതിൻ്റെ പീഡനമേറ്റത് ആർക്കാണ്? ഒരു പെൺകുട്ടിക്കാണ്, അതും 16 വയസ്സുള്ള ഒരു കുട്ടി, സ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടി. അപ്പോൾ ഒന്നാമത് രക്ഷിതാക്കൾ ഞാൻ പറയും, ആ രക്ഷിതാക്കൾ എന്ത് വിശ്വാസത്തിലാണ് ഇയാളെപ്പോലെയുള്ള ഒരാളെ അടുത്തേക്ക് എത്തുന്നത്? പിന്നെ പല കേസുകളും ഇയാളെക്കുറിച്ച് പുറത്തു വരുന്നുണ്ട്. ഇതിൽ നമ്മൾ അത്തരം വ്യക്തി ലൈഫിലേക്ക് നമ്മൾ കടക്കുന്നില്ല. പക്ഷെ ഒന്നറിയാം, നമ്മളോട് ഇത്തരം മോട്ടിവേഷൻ കാണിച്ച് വരുന്ന ആളുകളെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട. ഇപ്പം ഇയാളെപ്പോൾ എതിർക്കുന്നതിൽ നല്ലൊരു ഭാഗം സംഘികളാണ്. കാരണം ഇത് ഈ ഖുർആനെ കൊല്ലാതെ പുകഴ്ത്തിയത് കൊണ്ടേ സംഘികൾ കിട്ടിയ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട്. നമ്മൾ കേൾക്കുന്നത് ഒരാളുടെ സംസാരമാണ്. ഒരാളെ എന്നെപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ സംസാരിക്കണ കണ്ടിട്ടാണ്. എന്നെ ശരിക്കും അറിയൽ ആരാണ്? എൻ്റെ കൂടെ ജീവിക്കുന്ന,
എന്നോടൊപ്പം എന്നെ പേഴ്സണലി അറിയുന്ന ആളുകൾക്കാണ് ഫക്രുദ്ദീൻ ആരാണെന്ന് അറിയുള്ളൂ. അതാണ് റിയാലിറ്റി. ഈ കാണുന്നത് നമ്മളൊരു ടോപ്പിക്ക് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവത്തിൽ നിന്നല്ല നിങ്ങൾ എന്നെ മനസ്സിലാക്കേണ്ടത്. ഇതേപോലെ നിങ്ങൾ എല്ലാവരുടെ കാര്യത്തിലും തിരിഞ്ഞു നോക്കി. നമ്മൾ ഭയങ്കര സംഭവമാണെന്ന് കരുതുന്ന പല ആളുകളും പലരും ഫ്രോഡുകളാണ്. നമ്മൾ ഫ്രോഡാണെന്ന് കരുതുന്ന പല ആളുകളും നല്ലവരുമായിരിക്കും. അതാണ് കാലം. ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം വിശുദ്ധ റമദാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ന് മാസം കാണുകയാണെങ്കിൽ നാളെ നോമ്പാണ്, അതോടൊപ്പം ഒന്ന് മാസം കണ്ടിട്ടില്ലെങ്കിൽ വ്യാഴാഴ്ച എന്തായാലും റമദാൻ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്, ഒരു ഫിഖ്ഹി സംബന്ധമായ ഒരു ചോദ്യമാണ്. ഇന്ന് മാസം കാണുകയാണെങ്കിൽ, അതായത് ഇന്ന് നമ്മൾ രാത്രിയിൽ മാസം കണ്ടാൽ ഇന്ന് തറാവിഹ് നിസ്കരിക്കേണ്ടതുണ്ടോ? കാരണം ഇന്ന് പകലിന് നോമ്പില്ലല്ലോ. അപ്പം ഇന്ന് രാത്രിയിൽ നമ്മൾ തറാവിഹ് നിസ്കരിക്കേണ്ടതുണ്ടോ? നാളെ നിസ്കരിച്ചാൽ മതിയോ? എന്താണ് ഇതിൻ്റെ ഉത്തരം? അതായത് ഇന്ന് വൈകുന്നേരം മഗ്‌രിബിൻ്റെ ശേഷം മഗ്‌രിബോട് കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഈ മാസം കാണാം. മാസം കണ്ടു കഴിഞ്ഞാൽ ഇന്ന് രാത്രി തന്നെ തറാവീഹ് നിസ്കരിക്കേണ്ടതുണ്ടോ ഇല്ലയോ? ഇതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.